ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ അശ്വതിയാണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് നെസ്റ്റോയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതായിരുന്നു. ചെറിയൊരു പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞു നമുക്കൊരു സാൻഡ്വിച്ച് കഴിച്ചാലോ എന്ന്. കേട്ട മതി ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് മസാല ദോശ കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നെസ്റ്റോയുടെ മേളിലുള്ള ഒരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. സസ്യ എന്നാണ് കേട്ടോ അവിടെ പേര്. അപ്പോൾ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു അവിടുത്തെ മസാല ദോശ അടിപൊളിയാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഏട്ടൻ ഗീ റോസ്റ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ മസാല ദോശയുടെ കൂടെ ഒരു കോഫിയും ഏട്ടൻ ലെമൺ ടീ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുള്ളത്. വെറുതെ ഒരു പ്രഹസനം മാത്രമാണ്. ഡയറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് എത്ര ദിവസത്തോളം പോകുന്നൊന്നും അറിയില്ല. അപ്പോൾ തുത്തുക്കുട്ടി ചേച്ചി വരാത്തതുകൊണ്ട് അവർക്കുള്ള പാഴ്സലും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഞാൻ കുറച്ച് നെല്ലിക്കയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആപ്പിൾ സിഡർ വിനെഗർ ഒഴിച്ചിട്ട് ഉപ്പിലിട്ട് വെക്കാനാണ് വിചാരിച്ചത്. പക്ഷേ നോക്കുമ്പോൾ ആപ്പിൾ സിഡർ വിനെഗർ കാണുന്നുണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സാലഡാണ്, ഡയറ്റിന്റെ ഭാഗം, നേരത്തെ പറഞ്ഞ പ്രഹസനത്തിന്റെ ഭാഗം. അപ്പോൾ ബേബി ടൊമാറ്റോയും ക്യാരറ്റും പിന്നെ കുക്കുംബറൊക്കെ ഇട്ട്, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒലീവ്സ്. അതൊരു ബോക്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ തീർക്കും കേട്ടോ, അത്രയ്ക്ക് ഇഷ്ടമാണ്. എൻ്റെ ഇപ്പോൾ ഒലീവ്സ് ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. ഇതെല്ലാം കൂടി വെച്ചിട്ട് ഒരു സാലഡ് ഉണ്ടാക്കി. പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ നെല്ലിക്ക ഉപ്പിലിട്ടതിനകത്ത് എന്തൊക്കെ ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. അതിൽ ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസം മുമ്പ് വാങ്ങിച്ച കിവി പഴുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അതും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താവോ എന്തോ എനിക്കൊന്നും അറിയില്ല. പിന്നെ ഞാൻ അതിനകത്ത് വെളുത്തുള്ളി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി ആപ്പിൾ സിഡർ വിനെഗർ വാങ്ങിച്ചിട്ട് അത് ഒഴിക്കണം. പിന്നെ തുത്തുക്കുട്ടി രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എനിക്ക് സോഫ്റ്റ് മന്തി മതി കേട്ടോ രാവിലെ എന്നുള്ളത്. സൺഡേ ആയി കഴിഞ്ഞാൽ ആൾക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ വന്ന ഉടനെ തന്നെ ചിക്കൻ എടുത്തിട്ട് ചെറിയ ജീരകവും പിന്നെ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഒക്കെ 2 കഷ്ണം ഇട്ടിട്ട് എല്ലാം കൂടി ചേർത്ത് കുറച്ച് പൊടികളും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ. കുറച്ച് ഉപ്പിട്ടാൽ മതിയേ. പിന്നെ ഈ പൊടികളൊക്കെ ഇടുന്നത് ചിക്കൻ വെളുത്ത് കളറിൽ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതിനോട് കുറച്ച് ലെമണും കൂടെ സ്ക്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും പിന്നെ ക്യാപ്സിക്കം ഒക്കെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറിയൊരു മസാല പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ പ്യുവർ ആയിട്ട് റൈസ് വേറെ ചിക്കൻ വേറെ അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. ഇതൊരു ചെറിയൊരു നമുക്ക് എന്തൊക്കെയും കൂട്ടി കഴിക്കാനുള്ളൊരു ഫീലൊക്കെ ഉണ്ടാവും ഈ ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഇത് അത്ര ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഒഴിക്കുന്നുണ്ട്. എനിവേ ഞാൻ ഇത് ഹെൽത്തി ആക്കാൻ വേണ്ടി കുറച്ച് ഓയിലേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് 2 പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ ഒരു ഷാലോ ഫ്രൈ എന്നൊക്കെ പറയാം, ആ ഒരു രീതിയിൽ നമുക്കിതിങ്ങനെ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ അപ്പുറത്ത് ബസ്മതി റൈസ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേവിക്കാനായിട്ട് വെച്ചു. അതിലേക്ക് ഇതുപോലെ ചെറിയ ജീരകവും പിന്നെ എല്ലാ സ്പൈസസും കൂടെ ഇട്ടിട്ട് അതിനെ എസ്പെഷ്യലി നമ്മൾ ഡ്രൈ ലെമണും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ അത് വേവിച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. കുറച്ച് വെള്ളത്തോടെ തന്നെയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചോറിൽ നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഊറ്റി അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഉണക്ക നാരങ്ങയും കൂടെ ഇടണം, എന്നാലേ അതിൻ്റെ ഒരു ഫ്ലേവർ വരുള്ളൂ. പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അല്ല, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും കൂടിയാണ് പച്ചമുളകും കൂടെ കുത്തി വെച്ച് കൊടുത്തു. എന്നിട്ട് അത് ദം ചെയ്തെടുത്തു കേട്ടോ. ഒരു 30 മിനിറ്റ്സ് ഒക്കെ ഒരു 5 to 10 മിനിറ്റ്സ് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 30 to 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതേ ഈ പരുവത്തിൽ ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. അപ്പൊ ഈ മന്തിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് 2 തക്കാളിയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും പിന്നെ ചുമന്ന മുളകും കൂടി ഇട്ടിട്ട് അരച്ചിട്ടുള്ള ഒരു തക്കാളി ചമ്മന്തി കൂടി ഇതിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി. പിന്നെ വൈകിട്ടായപ്പോൾ ഉമ്മൽക്കോയിൻ മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ തുത്തുക്കുട്ടിയെ കളിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അതിന്റെ അപ്പുറത്തുള്ള ഗ്രൗണ്ടിൽ ഏട്ടന് ക്രിക്കറ്റ് കളി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ ആക്കിയിട്ട് ഏട്ടൻ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കയറുന്ന എൻട്രൻസിൽ തന്നെ ഒരു കാർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ തുത്തുക്കുട്ടി അത് വളരെ കുറച്ചു നേരമൊക്കെ നോക്കുകയും തൊടുകയും തലോടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ക്രിക്കറ്റ് കളിക്കുന്ന അവരുടെ പ്ലേ ഏരിയയുടെ ഫ്രണ്ടിൽ തന്നെ, അതാണ് ഓറഞ്ച് ഹബ്ബാണ് അവരുടെ പ്ലേ ഏരിയ. അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കുറച്ച് പെറ്റ്സിനെയും സ്നേക്കിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പലരും അതിനകത്ത് ക്യൂ ഒക്കെ നിന്നിട്ട് കയറിയിട്ട് സ്നേക്കിനെയൊക്കെ കഴുത്തിലിടുകയും പിന്നെ തൊടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തുത്തുക്കുട്ടിയോട് ചോദിച്ചു അമ്മയുടെ മോന് കയറണോ അത്തേക്ക്, അതിന് തൊടണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എനിക്കിതൊക്കെ ഭയങ്കര ഉറപ്പാണ്. അപ്പൊ തുത്തുക്കുട്ടി അതേ സ്പോട്ടിൽ തന്നെ പറഞ്ഞു നോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ആശ്വാസമായി. മറ്റേ അവനൊരു ആഗ്രഹം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
പിന്നെ അതിനകത്ത് പലതരം ചെറിയ ചെറിയ കുറേ പെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പിന്നെ ആമയും പിന്നെ മുയലും കോഴി, താറാവ്, ആട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പാരറ്റും ഉണ്ടായിരുന്നു കേട്ടോ, ബ്ലൂ കളറിലുള്ളത്. തൂത്തുക്കുട്ടിക്ക് അവിടെയുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ കാണുക എന്ന് പറയുന്നത്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും കോഴിയും താറാവും ആടിനെയും പശുവിനെയൊക്കെ കാണുമല്ലോ കുട്ടികൾ. പക്ഷെ ഇതിവിടെ അതൊക്കെ വളരെ റെയർ അല്ലേ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വല്ല മാളുകളിലൊക്കെയാണ് ഇതൊക്കെ കുട്ടികൾ പോയി കാണാറുള്ളത്. പിന്നെ ഫാം ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ നേരത്തെയൊക്കെ ഫാമിലൊക്കെ പോയി തൂത്തുക്കുട്ടിക്ക് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മാളിലുണ്ടല്ലോ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. പിന്നെ ഒരുപാട് അങ്ങനെ തിരക്കൊന്നുമില്ല. അപ്പം അതുകൊണ്ട് എനിക്കിത് ഇവിടെ വരാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ മാളില്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ. അപ്പോൾ പിള്ളേരെ ഞങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനെയാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫ്രണ്ടിൻ്റെ മോനെ ആക്കിയത് അതിനകത്തേക്ക്. അതെൻ്റെ കൊളീഗാണ് കേട്ടോ. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് കണ്ടതാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഡ്രസ്സൊക്കെ കുറച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോപ്പാണ് ഈ കാണുന്നതൊക്കെ. അതിനുശേഷം ഞാൻ ലുലുവിൽ കയറിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിന് എന്തൊക്കെയോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഏരിയയിൽ പ്രോട്ടീൻ ക്രാക്കറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി. ഇടയ്ക്ക് ഇങ്ങനെ കുറിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ കഴിക്കാമല്ലോ. എന്നെ പോലെയുള്ളവർക്കൊക്കെ അത് നല്ലതായിരിക്കും. പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഞാനത് വെറുതെ കണ്ടതേ ഉള്ളൂ. കാരണം ഞാനിതെല്ലാം കുറയ്ക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നാട്ടിൽ കിട്ടുന്ന എല്ലാതരം ഐറ്റംസും അവിടെ ഞാൻ കണ്ടു. ആ ഒരു ഏരിയയിൽ കടലമിഠായിയും ഈ സ്വീറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ, കൺട്രോൾ ചെയ്തേ. പിന്നെ അതിൻ്റെ അടുത്ത് പ്രോട്ടീൻ ബ്രെഡും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഹെൽപ്പായിരിക്കും അത്. ഫ്ലാക്സ് സീഡിൻ്റെ ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് വളരെ നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനത് നേരത്തെ കഴിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പഞ്ഞിമിഠായി ആണ് കേട്ടോ. അതിൻ്റെ ബോക്സിലുള്ളതും കണ്ടു ഞാനവിടെ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങിക്കാണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ലിറ്റിൽ ഹാർട്സിന്റെ ഒക്കെ പോലെയില്ലേ. അകത്തേക്ക് കയറിയപ്പോ തുത്തുകുട്ടി ഭയങ്കര കളിയായിരുന്നു കേട്ടോ അവിടെ. അവന്റെ ഫ്രണ്ടിനും കൂടെ കിട്ടിയപ്പോ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ ഭയങ്കര കൂട്ടാണ് കേട്ടോ. മാക്സിൽ കയറിയപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഹെയർ ആക്സസറീസും ബാഗൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഹെയർ ആക്സസറീസ് ഒക്കെ മോൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊക്കെ അവളുടെ കയ്യിലുള്ള തന്നെ ആയിട്ട് തോന്നിയോണ്ട് അത് അവിടെ തന്നെ വെച്ചു കേട്ടോ, ഒന്നും എടുത്തില്ല. പിന്നെ ഞാനൊരു സ്പെക്സ് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതിന് ശേഷം ഉണ്ടല്ലോ, വളരെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് മാത്രമുള്ള ഒരു ഷോപ്പിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കാറിൽ വെക്കുന്ന കുറേ ഐറ്റംസ് കണ്ടു. പിന്നെ എയർ ഫ്രഷ്നർ, അങ്ങനെ എന്തൊക്കെയോ എനിക്ക് അറിയ പോലും ഇല്ലാത്ത കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല അതിനൊന്നും. പിന്നെ ഇത് കണ്ടോ, ഈ കപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തൊക്കെയോ കുറേ ബ്യൂട്ടി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയോ സ്കാൽപ്പ് മസാജറോ അങ്ങനെ എന്തൊക്കെയോ മസാജ് ചെയ്യുന്ന കുറെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. നമ്മുടെ കണ്ണിന്റെ ചുറ്റും മസാജ് ചെയ്യുന്ന എന്തൊക്കെയോ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അവിടെ പോകുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഒരുപാട് ഒന്നും എക്സ്പെൻസീവും അല്ല, എന്നാൽ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് താനും. കുട്ടികൾക്ക് വേണ്ടുന്ന കുറെ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ആ കാണുന്ന ഓറഞ്ച് ഹബ്ബ് എന്ന് എഴുതിയത് കണ്ടോ, അവിടെയാണ് കുട്ടിയും പിള്ളേരൊക്കെ കളിക്കുന്ന ഏരിയ കേട്ടോ. ഇത് തിയേറ്റർ ആണ്. അപ്പൊ നമ്മളിവിടെ സിനിമ കാണുമ്പോൾ അവരവിടെ കളിക്കാൻ വിടാറുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ എന്തെങ്കിലും അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ നിന്ന് പോയി നോക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ എനിക്കിത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. എല്ലാ മാളിലും ഇതുപോലെ തന്നെയാണ്. പിന്നെ അഞ്ചു എന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങള് പിന്നെ ഏട്ടനും അവളുടെ ഹസ്ബൻഡൊക്കെ വന്ന പാടന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം തുത്തുകുട്ടിക്ക് രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.